ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ പരിപാടി കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് മംഗളമായിട്ട് അൽഹംദുലില്ലാ കഴിഞ്ഞ് നിങ്ങളെ വീഡിയോസ് കണ്ടു. ഒരുപാട് ആൾക്കാർ ബർത്ത്ഡേ വിഷും കാര്യങ്ങളൊക്കെ തന്നു. ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറം പരിപാടി അൽഹംദുലില്ലാ കളറായിട്ടുണ്ട്. എന്നാൽ അത്ര വലിയ ആർഭാടമായിട്ടില്ല. എന്നാൽ അവൾ ആദ്യത്തെ ബർത്ത്ഡേ അല്ലേ, നമ്മുടെ വീട്ടിലെ ആദ്യത്തെ പെൺകുഞ്ഞും കൂടിയല്ലേ. അപ്പൊ അത് കാരണം കൊണ്ട് തീരെ ചെറിയൊരു പരിപാടി ഇല്ലാത്ത രീതിക്ക് നമ്മളെ പരിപാടിയൊക്കെ നിങ്ങൾ കണ്ടതായിരുന്നു. ഒക്കെ അടിപൊളിയായിട്ട് കഴിയും. അപ്പൊ ഇന്നത്തെ വീഡിയോയില് റമീസ് ഉറങ്ങുകയാണ്. അപ്പൊ നമ്മൾ രാത്രിയാണ് വീഡിയോ എടുക്കണത്. അപ്പോ പിന്നെന്താണ്, ഇപ്പൊ ഇവിടെ ഞങ്ങള് 5 ആൾക്കാരുണ്ട്. ചിലപ്പോ നിങ്ങൾ നാലാൾക്കാരെ കാണുന്നുണ്ടാവുള്ളൂ. ഒരാള് ഇവിടെ അവളുടെ ചെയറിൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ലനമോൾ ഇവിടെ ഇരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രത്യേകം ഇനി പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇത്രയും സാധനങ്ങൾ നിങ്ങൾ കണ്ടോ മനസ്സിലായിട്ടുണ്ടാവും ഗൈസ്. അപ്പൊ എന്നാലും നമ്മുടെ പ്രോഗ്രാമിൽ ഏകദേശം ഒരു 80-90 ആൾക്കാർ പങ്കെടുത്തു അല്ലെ. ഒരു 100 പേരുടെ പ്രോഗ്രാം പ്ലാൻ ചെയ്തതിൽ ഒരു 80-90 ആൾക്കാർ പങ്കെടുത്തതിൽ പിന്നെ കൊണ്ടുവന്ന ഗിഫ്റ്റുകളാണ് ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതിപ്പോ 90 ഗിഫ്റ്റ് വരില്ലല്ലോ. അങ്ങനെയല്ല. ശരിക്കും നമ്മളിപ്പോ ഒരു വീട്ടിൽ നിന്ന് ഒരു 4 ആൾ ഫാമിലി പോയി കഴിഞ്ഞാൽ അവരൊരു ഗിഫ്റ്റ് അതിനൊക്കെ റെപ്രസെന്റ് ചെയ്തൊരു ഗിഫ്റ്റിലെ കൊണ്ടുവരുന്നത്. അപ്പൊ 10-30 ഫാമിലീസോളം ആൾക്കാർ വന്ന ഗിഫ്റ്റിനോട് കാണുന്നത്. അതിനകത്ത് നമ്മുടെ ചക്കറിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉമ്മാന്റെ ഗിഫ്റ്റ് ഉണ്ട്, നൗഫലിന്റെ ഗിഫ്റ്റ് ഉണ്ട്, പിന്നെ നമ്മുടെ നാട്ടിൽ നമ്മുടെ ചെക്കന്മാർ കൊണ്ടുവന്ന ഗിഫ്റ്റാണ് കേട്ടോ ഇരിക്കുന്നത്. അങ്ങനത്തെ കുറച്ച് വലിയ ഗിഫ്റ്റുകൾ നമ്മൾ പെട്ടെന്ന് കണ്ണിൽ ക്യാച്ച് ചെയ്യുന്ന കുറച്ച് സംഭവങ്ങൾ കാണുമ്പോൾ അറിയാൻ പറ്റും ആരൊക്കെയാണ് കൊണ്ടുവന്നത്. അപ്പൊ ഗിഫ്റ്റ് കൊണ്ടുവന്ന ആരൊക്കെയാണ് ഏതൊക്കെയാണ് എല്ലാം നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ അതാണ് കൊണ്ട് പ്രത്യേകിച്ച് ആരൊക്കെ കൊണ്ടുവന്നതാണെന്ന് നമുക്ക് മെൻഷൻ ചെയ്യാൻ എനിക്ക് അറിയില്ല. അപ്പോൾ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക ഏതൊക്കെയാണ് നിങ്ങൾ കൊണ്ടുവന്നതെന്ന് നിങ്ങൾ കമന്റ് ചെയ്യും വന്ന ആൾക്കാർ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഗിഫ്റ്റ് അൺബോക്സിംഗ് ആണ്. അപ്പൊ ഈ ഒരു ഗിഫ്റ്റിന്റെ കേസ് പറയുമ്പോൾ നമ്മള് അല്ലേ, അതായത് ആരെടുത്തുനിന്ന് നമ്മള് ഗിഫ്റ്റ് കിട്ടുന്നോ അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊണ്ടുവരട്ടെ എന്ന് പ്രതീക്ഷിച്ചിട്ടോ നമ്മളങ്ങനെ പറഞ്ഞിട്ടോ ഒന്നുമല്ല ഗിഫ്റ്റ് സാധാരണ കൊണ്ടുവരാറുള്ളത്. നമ്മളിപ്പോ ഒരാളൊരു പരിപാടിക്ക് നമ്മളൊരു പ്രോഗ്രാമിനെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്മുടെ മോളുടെ 40 പരിപാടിയോ അതേപോലെ തന്നെ എന്താണ് കാതുകുത്തലോ ചോറെടുപ്പൊന്നും നമ്മുടെ വലിയ പരിപാടിയായിട്ടൊന്നും നടത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അത് കാരണം കൊണ്ട് ബർത്ത്ഡേ എല്ലാവരും വിളിച്ചുകൂടി നടത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ലാതെ ഇപ്പൊ എല്ലാവരും ഗിഫ്റ്റ് കൊണ്ടുവരണമെന്നോ പോട്ടെ എല്ലാരും ഗിഫ്റ്റ് കൊണ്ടുവരണമെന്നോ ഗിഫ്റ്റ് തരണമെന്നോ നമുക്ക് അങ്ങനെ നിർബന്ധം ഉണ്ടായില്ല. അപ്പോ ഓരോരുത്തരും അവരവരുടെ സ്നേഹം നിറഞ്ഞ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ഗിഫ്റ്റ് നമ്മൾ കൊണ്ടുതന്നിരിക്കുകയാണ് ഗൈസ്. അപ്പൊ ഇന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോണ്, എന്താ പിന്നെ കറിയണത്? അതാ ഗിഫ്റ്റ് പൊട്ടിക്കാം. അവളെ കൊടുത്തോ. അപ്പൊ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാം അല്ലേ. ഓക്കെ, നമുക്ക് നേരെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാം ഗൈസ്. കുട്ടിന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് മുന്നേ നമുക്ക് സെറ്റ് ആക്കാം. ഓക്കെ, എന്നാലൊരു കാര്യം ചെയ്തോളി. ആദ്യം പിന്നെ കുറച്ച് ഗോൾഡ് ഗിഫ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. അത് നമുക്ക് അതൊന്ന് കാണിച്ചു കൊടുക്കാം. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിനുള്ള പറയാനുള്ള കാര്യം, നമ്മൾ ഓൾറെഡി 2 ഗിഫ്റ്റുകൾ നമ്മൾ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. അതെന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്ന് നമ്മുടെ വാപ്പാന്റെ ആ ഒരു ഗിഫ്റ്റ്, അത് നമ്മൾ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പിന്നെ ഈ ഇരിക്കണ റമീസിന്റെ സൈക്കിൾ ഗിഫ്റ്റ്, ഇതും കിട്ടിയിട്ട് നമ്മൾ കുറച്ചായി. അപ്പൊ ഇതൊക്കെ ബർത്ത്ഡേക്ക് മുന്നായിട്ട് തന്ന ഗിഫ്റ്റുകളാണല്ലോ. അപ്പൊ എല്ലാം നമ്മൾ ഗിഫ്റ്റിന്റെ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തണമല്ലോ. അപ്പൊ ഇതൊക്കെ നമ്മൾ ഓൾറെഡി അൺബോക്സ് ചെയ്ത് നിങ്ങൾ കണ്ടതാണ്. അപ്പൊ ഇനി അൺബോക്സ് ചെയ്യാൻ നമുക്ക് ഗിഫ്റ്റുകൾ നോക്കാം അല്ലേ. അപ്പോ ഇതാരൊക്കെ തന്നെന്ന് അറിയില്ലേ? ഇത് ഉമ്മാൻ്റെത് കാണിച്ചതാണല്ലേ. എന്നാലും ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യും. ഓക്കെ, ഇത് ഉമ്മ മോൾക്ക് കൊടുത്ത ഗോൾഡ് കമ്മലാണ്. അപ്പൊ ഇതും നമ്മൾ കാണിച്ചതാണ്. അപ്പൊ അത് കാണിച്ചത് ഇവിടേക്ക് തരി, ഇവിടെ നോട്ടെ. ഇനി അടുത്തത് ആരതാണാവോ? അതെ, അടുത്തത് ചക്കരന്റെ ഉമ്മാൻ്റെതാണ്. ഹലോ, അമ്മമ്മ തന്ന ഗിഫ്റ്റ് ആണ് അതവിടെ അൺബോക്സ് ചെയ്യണത്. ചിരി, ഏതാ ചിരി ഗൈസ്. ചക്കരന്റെ ഉമ്മ കൊണ്ടു തന്നത് മാഷാഅല്ലാ സ്വർണത്തിന്റെ അതൊരു കമ്മൽ തന്നെയാണ് കേട്ടോ. അത് നല്ല തൂക്കൊക്കെ ഉള്ള കമ്മലാണ് അല്ലേ. അപ്പൊ ഈ ഒരു കമ്മലാണ് ചക്കരന്റെ ഉമ്മ മോൾക്ക് കൊണ്ടു തന്നത്. ഇവിടെ ഒന്ന് പിടിച്ചോ. അപ്പൊ കമ്മല് മാഷാഅല്ലാ അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അടുത്തത് നമ്മുടെ മേമ ഉമ്മയുടെ അനിയത്തി കൊണ്ടുവന്ന കമ്മലാണ്. അപ്പൊ അതും നോക്കട്ടെ, ഗോൾഡിന്റെ കമ്മലാണ്. ഓക്കെ, അത് പിന്നെ എന്താണ് നല്ല ലവിന്റെ ഷേപ്പ് വന്നിട്ടുള്ള ഗോൾഡിന്റെ കുട്ടി കമ്മലല്ലേ, കാണാൻ നല്ല രസമുണ്ട്. സ്റ്റെഡ് ആയിട്ടുള്ള കമ്മലാണ്, ഇടാൻ സ്റ്റൈൽ അല്ലേ. ഓക്കെ ഗൈസ്, അപ്പൊ കുഞ്ഞുമ്മ കൊണ്ടുവന്ന കമ്മലും ഓക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് എന്നാ ബാക്കി വർണ്ണ പേപ്പറുകളിൽ പൊതിഞ്ഞ ഗിഫ്റ്റുകൾ നമുക്ക് അൺബോക്സ് ചെയ്താലോ. ഇത് ഇവിടെ ഇരുന്നോട്ടെ. ഏത്? അതും എടുക്കാം. അപ്പൊ അതിലുള്ള ഗിഫ്റ്റ് ആണ്. ഇതിനകത്ത് കുറച്ച് ചോക്ലേറ്റുകൾ ഉണ്ടായിരുന്നു. അതെ, ഇതിനകത്ത് ഉള്ള കുറച്ച് ചോക്ലേറ്റ് ഒക്കെ എന്ത് ചെയ്തു, കുട്ടികളൊക്കെ കഴിച്ചു. ഓക്കെ, അപ്പൊ ആദ്യം ആ ചെരുപ്പൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഒരു ചെരുപ്പ് കാണിച്ചാൽ മതി, മറ്റന്നാൾ ഇരുന്നോട്ടെ. അപ്പൊ അതിന്റെ ഉള്ള ജോഡി ചെരുപ്പിൽ ഒരു ചെരുപ്പ് ഇതാണ്. അടിപൊളി മാഷാഅല്ലാഹ്, സൂപ്പർ ആയിട്ടുണ്ട്. ഇതാ വെച്ചോ. പിന്നെ അതിന്റെ കൂടുതൽ ഇതൊരു ഗിഫ്റ്റ് ഹാമ്പർ സെറ്റ് ആയിട്ട് ഒരാൾ കൊണ്ടുവന്നാണ് കേട്ടോ. അപ്പൊ ഈ ഒരു സാധനം
പിന്നെ ഇതിനകത്ത് ചോക്ലേറ്റ്, ചെരുപ്പ്, അതേപോലെ തന്നെ കുട്ടീന്റെ ഡ്രസ്സ്. അപ്പൊ ആ ഡ്രസ്സ് ഒന്ന് എടുക്കുമ്പോ ഇതിന്റെ അടിയിൽ അഴിക്കാൻ പറ്റില്ലേ? മുകളിലാണ് കെട്ട്. ആ ഡ്രസ്സ് ഒന്ന് എടുക്ക്. അങ്ങനെ എടുത്തോ. ഒന്ന് നീക്കിട്ട് അത് തുറക്കുമ്പോ ഡ്രസ്സ് ഇവിടെ ഇട്ടിട്ടെ. അതിന്റെ ഒപ്പം ബോ ഉണ്ട് അവിടെ എടുക്കി. ഇതാക്കരെ അടുത്തോ. ബോ ഉണ്ട് ഗൈസ്, ബോ ഉണ്ട്. കൊള്ളാം. ഇപ്പൊ അടിപൊളിയായി. അതിലെ പൂവോ അതിലിടണ്ട. ഓക്കെ, ഫ്രോക്ക് ആണല്ലേ ഗൈസ്? ഫ്രോക്കാണ്, കണ്ടില്ലേ? അടിപൊളി സൂപ്പർ ഫ്രോക്കാണ് കേട്ടോ. ഇത് നല്ല സ്റ്റോൺ വർക്ക് ഒക്കെ ഉള്ള ഒരു കുട്ടി ഫ്രോക്കാണ്. അപ്പൊ വലുതാവുമ്പോ ഇടാം. ഇപ്പോഴും സൈസ് പാകമാണോന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പൊ പാകമല്ല, വലുതാവുമ്പോ എന്തായാലും കുട്ടിക്ക് ഇടാൻ കഴിയും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് കൊണ്ടുവരി. ഓക്കെ, എന്നാ നമുക്ക് ഇനി ബാക്കിയുള്ള അടുത്ത ഗിഫ്റ്റുകളൊക്കെ നമുക്ക് പൊട്ടിക്കാം. അപ്പോ അത് പൊട്ടിച്ചോ. അപ്പൊ ആദ്യം ഇത് നമ്മളെ നാട്ടില് നമ്മളെ ഫ്രണ്ട്സ് കൊണ്ടുവന്ന ഗിഫ്റ്റ് ആണ് കേട്ടോ. പൊട്ടിച്ചോളൂ. നല്ല വലിയ പെട്ടിയാണല്ലോ. പെട്ടി വലിയ പെട്ടിയാണ്. എന്താണ് സാധനം? അത് ശരി. മാഷാഅല്ലാ. ഒരു ഐറ്റം അല്ല, ഒരുപാട് ഐറ്റങ്ങളുണ്ട്. എവിടെ ഇങ്ങ വാ. അത് ശരി. ഇത് നോക്ക്, എനിക്ക് ഓരോന്നായിട്ട് കാണിക്കട്ടെ. ഇത് കിച്ചൺ സെറ്റ് ആണ് കേട്ടോ, കുട്ടികൾ കളിക്കണേ കിച്ചൺ സെറ്റ് ആണ്. പിന്നെ ഇത് നമ്മളെ വീട്ടിലിവിടെ ഇതിന്റെ ചെറുതുണ്ടായിരുന്നു മുന്നേ, ഞാൻ ഉത്സവത്തിനോടെ പോയിട്ട് വാങ്ങിക്കൊണ്ട് വന്നത്. അതിന്റെ വലിയൊരു സാധനം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്, അടിപൊളി. പിന്നെ അതാ പി ഉണ്ട്. ആ പി എടുക്ക്. ആളെവിടെ വെച്ച് കഴിഞ്ഞാൽ ആളതാ ഇവിടെ ഇരിക്കുകയാണ്, കണ്ടോ? തറ ഇറങ്ങാൻ വേണ്ടിയിട്ട് കച്ചറുണ്ടാക്കി താഴത്തിറങ്ങി. അടുത്തത് ഇതും കൊള്ളാം, പാവക്കുട്ടി ഗൈസ്. ഒരു പാവക്കുട്ടി ഇതിലുണ്ട്. അടുത്തത് മെയിൻ സാധനം. ഇതാണ് ഇവര് സർപ്രൈസ് ആക്കി വെച്ചിരുന്നത്. ഞാൻ അവരോട് ചോദിച്ചു, ചെക്കന്മാരോട്, ഇതെന്താണ് സാധനം. അപ്പൊ അവര് പറഞ്ഞു അതൊന്നും നമ്മൾ പറയൂല, പൊട്ടിച്ച് നോക്കിയാതെന്ന് പറഞ്ഞു. ഇത് നമ്മുടെ മറ്റേ സിംകാറാണ്. ലാസ്റ്റ് ഇരുത്താം. അപ്പൊ ലാസ്റ്റ് ഇരുത്താം. നമുക്ക് ഓരോന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് ലാസ്റ്റ് ഇരുത്താം. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് കൊണ്ടുവന്ന സാധനങ്ങൾ ഇതാണ് കേട്ടോ. കാർ ഇനി ഇതിൽ കൂടെ ആള് നടക്കാൻ പറ്റൂല, കേറി പഠിച്ചു കഴിഞ്ഞാല് കൂടെ എടുക്കുന്ന സാധനങ്ങൾ പൊട്ടിക്കണം. നമുക്ക് ഇതിലോട്ട് ഇടാം. അപ്പൊ ഈ ബോക്സ് അങ്ങോട്ട് വെക്കാം. അപ്പൊ അടുത്ത നമ്മളങ്ങനെ പൊട്ടിക്കാൻ പോണത് നൗഫലും സീനും നമുക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റ് ആണ് കേട്ടോ. അപ്പോ ഇതും എന്താണെന്നുള്ളതൊരു സർപ്രൈസ് സാധനമാണ്. ഒരു വണ്ടീന്റെ ചിത്രമൊക്കെ അതിൽ കാണാനുണ്ട്, പക്ഷെ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇത്ര അല്ലോ. വണ്ടിയല്ല സംഭവം, വേറെന്തോ സാധനമാണ്. എനിക്ക് മനസ്സിലായി എന്താണ് സാധനം. കുട്ടികൾ ഇങ്ങനെ നിരങ്ങി പോകുന്ന സാധനം, ലാഡർ പോലെ വെച്ചിട്ട്. എന്തെന്ന് അത് ശരി. ഇത് നമ്മള് ഫുള്ള് സെറ്റ് ആണ്. ഇതെന്താ സാധനം നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മളെ പാർക്കിലൊക്കെ ഉള്ള കുട്ടികൾ ഇങ്ങനെ ഏണി കയറി മുകളിൽ പോയിട്ട് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ നിരങ്ങി പോവില്ലേ, ആ ഒരു ടോയ് ആണ്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് സെറ്റ് ചെയ്യാം. ഓ മാഷാ അല്ലാ, അളിയന്റെ ഗിഫ്റ്റും അടിപൊളി ആയിട്ടുണ്ട്. എല്ലാ ഐറ്റംസും അതിലുണ്ട് അല്ലേ. അപ്പൊ അതൊരു കാര്യം ചെയ്യാം, അതങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് പൊട്ടിക്കാം. അപ്പൊ എന്തായാലും അതും അടിപൊളി, അതും സൂപ്പർ ആയിട്ടുണ്ടേ. ഇതൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് കാണിക്കാം. ഓക്കെ, ഇനി വേമ്പേ ഓരോന്നോരോന്ന് പൊട്ടിച്ചോളി. അപ്പൊ നമ്മള് വലിയ ഗിഫ്റ്റുകളെല്ലാം, അതായത് ഉയരെ കൂടുതലൊക്കെ ഉള്ളത് നമ്മൾ ആദ്യം പൊട്ടിച്ചു കഴിഞ്ഞു. അതാകുമ്പോൾ ടേബിളിൽ സ്ഥലവും കിട്ടും, എല്ലാവരെയും കാണുകയും ചെയ്യാം. അപ്പൊ അത് കാരണം കൊണ്ട് വലുതെല്ലാം നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞു അല്ലേ. ഓക്കെ, ഇനി ബാക്കിയുള്ള ഓരോ സാധനങ്ങളും ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലുതായാലും ചെറുതായാലും അതിലൊന്നും നമുക്ക് നോ പ്രോബ്ലം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതൊന്നും നമ്മൾ ആരെയൊന്നും പ്രതീക്ഷിച്ചിട്ടോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഓരോരുത്തരും ഇങ്ങനെ സ്നേഹത്തിൽ കൊണ്ടുതരുമ്പോൾ നമുക്കൊരു സന്തോഷം, അത്രേ ഉള്ളൂ. ചെറിയ മുട്ടസൂചി ആണെങ്കിലും അതിന് അതിൻ്റെതായ വാല്യൂ ഉണ്ടല്ലേ അമ്മ. അതാണ് അതിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പൊ വെൽ പാക്കിംഗ് ഒക്കെ ചെയ്ത് ഇതാര് കൊണ്ടുവന്നാണെന്ന് അറിയില്ല. ഇതാര് കൊണ്ടുവന്നാണ്? അസുവിൻ്റെതാണല്ലേ. ഇതൊക്കെ നേരത്തെ ഓരോരുത്തർ കൊണ്ടുവന്ന് തന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റി, ഇതൊക്കെ അറിയാൻ പറ്റി, മനസ്സിലായി. പടച്ചറപ്പ ഞാനിന്നിപ്പോ കാർ പോർച്ച് പണിയേണ്ടി വരും അടുത്ത്. ഇത് വണ്ടിയാണ്, ഇത് മറ്റേ ഇതേപോലത്തെ വണ്ടിയാണ്, ഈ ടൈപ്പ് പറഞ്ഞ മോഡൽ വണ്ടിയാണിത്. അതെ,
മോളെ എത്രയും പെട്ടെന്ന് ഹെവി ലൈസൻസ് എടുത്തോ, ലൈറ്റ് ലൈസൻസ് എടുത്തോ, 2 വീലർ ലൈസൻസ് എടുത്തോ, എല്ലാ ലൈസൻസും എടുത്തോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിറച്ച് വണ്ടികളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതെ അതെ, ഫുൾ വണ്ടിയാണ് ഗൈസ്. അസുക്കുട്ടന്റെ ഗിഫ്റ്റ് ആണ്, നമ്മുടെ അസുക്കുട്ടന്റെ ഗിഫ്റ്റ് ആണ് കേട്ടോ. അത് സെറ്റ് ചെയ്യാം. അസു എന്ന് പറഞ്ഞാൽ ഇനി അറിയാത്ത ആൾക്കാർക്ക് പറഞ്ഞുതരാം, നമ്മുടെ മാമന്റെ മോനില്ലേ, അതാണ് നമ്മുടെ അസു. ബാറ്ററി, ഇത് ബാറ്ററി ആണല്ലേ? അല്ല, അത് ഹോൺ അടിക്കാനുള്ള ബാറ്ററി ആവും, അല്ലാതെ വണ്ടി അതായത് കണ്ടില്ലേ ഇതേപോലെ ടയറിൽ തള്ളിക്കൊണ്ടുപോകുന്ന വണ്ടിയാണ്. ഇത്ര ഐറ്റംസ് ആണ് ഇതിലുള്ളത്. അപ്പോ ഇതൊക്കെ ഇങ്ങനത്തെ ഫിറ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, വീടിന്റെ ലാസ്റ്റ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് കാണിച്ചു തരും. അപ്പൊ ഇത് വണ്ടിയാണ്, മാഷാഅല്ലാ സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളി ആയിട്ടുണ്ട്. അതൊക്കെ അതിൽ തന്നെ ഇട്ടോമാ. എന്താ എന്നാ അങ്ങോട്ടേക്ക് വെക്കാം. ഇനി അടുത്ത ഗിഫ്റ്റ് പൊട്ടിച്ചോളൂ. അത് സൗഫി കൊണ്ടുവന്ന ഗിഫ്റ്റ് ആണേ. അതെ, അത് അവരുടെ നാട്ടിലുള്ള സഞ്ചിയാണത്. അപ്പൊ സൗഫി കൊണ്ടുവന്ന ഗിഫ്റ്റ് ആണ്. അപ്പൊ അത് നമുക്ക് പൊട്ടിച്ചോക്കാം എന്താണെന്നുള്ളത്. എടുക്കുന്ന സാധനങ്ങളെല്ലാം ടോയ്സ് ആണല്ലോ അല്ലേ? അതാ ഇതും ടോയ്. ഇത് സനാമിയാസിന്റെ ഗിഫ്റ്റാ. അത് ശരി, മാഷാഅല്ലാ മാഷാഅല്ലാ. അല്ല, ഞാൻ ശരിക്കും എന്ത് സാധനമാണെന്ന് വിചാരിച്ചിട്ടുള്ള നമ്മൾ ഓരോന്ന് പൊട്ടിക്കണത്. വെറുതെ ഓരോന്ന് ഇങ്ങനെ പൊട്ടിക്കുമ്പോ ആദ്യം പറഞ്ഞതൊക്കെ ടോയ്സ് ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇത് മറ്റേ ടോയ്സ്, കാറുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഗിഫ്റ്റ് ആണല്ലേ? അവിടെ പൊട്ടിക്കണം. ഇവിടെയാണ് ഇവിടെയാണ് ഇവിടെ ടൈപ്പ് ഉണ്ട്. ഇതാണ് സാധനം. ഇതും ഇതിനകത്ത് ഈ റെയിൽവേ പാളവും കാര്യങ്ങളൊക്കെ ട്രെയിൻ പോലെ ഇങ്ങനെ പാളത്തിൽ കറങ്ങി ഓടുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് കാണിക്കാം. അപ്പൊ എന്തായാലും സനാമിയാസിന്റെ ഗിഫ്റ്റ് ഫോട്ടോ ഉണ്ട് അതില്ലേ. സെറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ ഉണ്ടാവും. മാഷാഅല്ലാ, ഇതും അടിപൊളിയായിട്ടുണ്ട്. അടുത്ത പൊട്ടിച്ചോളി. അടുത്ത ഒരുപാട് ഡ്രസ്സാണല്ലേ? ഓക്കെ, ഡ്രസ്സുകളൊന്ന് വെക്കുമ്പോ നോക്കട്ടെ. ഇനി കൊണ്ടുവന്ന ഏതൊക്കെയാണെന്ന് ആരൊക്കെയാണെന്നും വലിയ നിശ്ചയമില്ലാത്തതാണ്. കാരണം ആ ഒരു സമയത്ത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഓരോന്നോരോന്ന് വന്ന് കൊണ്ടു തരുമ്പോ ആരാന്നറിയില്ല. അപ്പൊ ആരതായാലും അൽഹംദുലില്ലാ സന്തോഷം. 3 ടീഷർട്ട് 2 പാൻസ്. മോളെ ഇതൊക്കെ നോക്കിക്കോ, ഇതൊക്കെ കണ്ടോ? ഇതൊക്കെയാണ് ബർത്ത്ഡേ ഗിഫ്റ്റ് അൺബോക്സിംഗ്. അടുത്ത പൊട്ടിച്ചോപ്പാ. അടുത്തത് ഇവിടെ പൊട്ടിക്കാണ് ഗൈസ്. വേഗം പൊട്ടിച്ചോളൂ, കുറെ ഉണ്ട് പൊട്ടിക്കാന്. അതാ ഇവിടേക്ക് ഇരിക്കണതേ ഉള്ളൂ. ചക്കരയും പൊട്ടിച്ചോടി. ചക്കരക്ക് പിന്നെ സുമ്മാനി. ഒരാള് കവറിളക്കിക്കോളി, ഒരാള് പൊട്ടിച്ചോളി, അതാണ് നല്ലത്. അടുത്തതൊരു പാർട്ടി വെയർ ആണ് കേട്ടോ. അടിപൊളി അടിപൊളി. ഇത് അടിപൊളി. ഇത് ഗ്രേപ്പ് കളറിൽ പറഞ്ഞ പാർട്ടി വെയർ. ഇത് കൊള്ളല്ലോ. എന്താ ലാച്ച് ചെയ്ത്, എന്താ സംഭവം? എന്താ ഇതിന്റെ പേരുണ്ടല്ലോ? ഷോളും ഉണ്ടാ? പിന്നല്ല, അടിപൊളി. എന്തൊക്കെയത് എന്തൊക്കെയത്. അപ്പൊ ഇതൊരു ഡ്രസ് സെറ്റ് ആണ് കേട്ടോ. ഓക്കെ, അടുത്ത മാറ്റി വെക്കുമ്പോ അടുത്ത പൊട്ടിക്ക് ആകെ പിന്നെ മടക്കി കൊണ്ടുവന്നാ 12 മണിയായാലും ഒന്നും കഴിയൂലേ, ചുരുണ്ടു പോകൂലേ? അതൊക്കെ ലാസ്റ്റ് നമുക്ക് മടക്കി വെക്കാം. അതാ ബോക്സിലടി. നമ്മള് പൊട്ടിച്ചൊക്കെ ഈ ഒരു ബോക്സിൽ നമ്മൾ വെക്കാണേ. ഇത് അതൊന്ന് കീറി കൊടുക്കും. അപ്പൊ ടേപ്പ് അവിടെ അല്ല, ഇവിടെ 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 ഇവിടെ. ഓക്കെ, അടുത്ത ഡ്രസ്. ലനമോളെ എന്തിനാ കരയണത്? ഇതൊക്കെ നോക്ക്, ഇതൊക്കെ നോക്കിക്കോ. അതെടുത്തോ. അടുത്തത് പാൻസും അല്ല ഫ്രോക്ക്, പാവാടയും ഇന്നറാവും ഇത് അല്ലേ? അതെ, ഇന്നറും പിന്നെ ഷർട്ടും ആണ്. അപ്പൊ ഇതും അടിപൊളി ആയിട്ടുണ്ട്. വെച്ചോളി. അടിപൊളി, സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇവിടെ അടുത്ത പൊട്ടിച്ചോണ്ടിരിക്കുകയാണ് വാപ്പ. മത്സരിച്ച് പൊട്ടിക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് പൊട്ടിക്കൽ ചടങ്ങാണ് നമ്മളെ വീട്ടിലിപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ഡ്രസ്സുകൾ, കൂടുതലും ഡ്രസ്സുകളാണല്ലേ? ഷർട്ട്, അതിനുള്ള മാച്ചിങ്ങിന് പാവാട. അടുത്തത് വീണ്ടും ഒരു ഷർട്ട്, വീണ്ടും അതിന് മാച്ചുള്ള ഒരു ജീൻസ് പാന്റ്. അടിപൊളി, സൂപ്പർ സൂപ്പർ സൂപ്പർ. ഓക്കെ, ഇതൊക്കെ ആരാണെന്ന് അറിയാൻ വയ്യ നമുക്ക്.
അറിയാവുന്ന ആൾക്കാർ അറിയാവുന്നവരെ നമ്മൾ കൊണ്ടുവന്ന ആൾക്കാർ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കമന്റ് ഇടുക, എന്തൊക്കെ സാധനങ്ങളാണ്, ഏത് മിനിറ്റിലാണ് നിങ്ങൾ മെൻഷൻ ചെയ്താൽ മതി, അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ആരൊക്കെയാണ്. പിന്നെ നമ്മളെ വീഡിയോയിൽ ഉണ്ടാവും, നമ്മൾ ഇന്നലത്തെ നമ്മളെ 2 ദിവസം മുന്നിട്ട് ബർത്ത്ഡേന്റെ വീഡിയോ ഫുൾ വ്ലോഗില് ആരൊക്കെ കൊണ്ടുവന്നൊക്കെ ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് അപ്പോ അടുത്തതൊരു ജീൻസിന്റെ മോഡല്. ഇതെന്താണ് ഇതിന്റെ പേര്? ഇതെന്താ പിള്ളേരെ ഡ്രസ്സുകളൊന്നും പറയാൻ വലിയ നിശ്ചയമില്ല, അറിയില്ല. അപ്പൊ എന്തായാലും ഇതും അടിപൊളി സൂപ്പർ. വാവാ സുരേഷ്, അതന്നെ വാവാ സുരേഷ് എങ്കിൽ വാവാ സുരേഷ്. ഓക്കെ, അപ്പൊ അതിങ്ങനെ അങ്ങോട്ട് പോയി. അതിവിടെ അടുത്തെടുക്കുമ്പോ അടുത്ത കുട്ടിക്ക് അത് കുട്ടി ഉടുപ്പും അതിന് മാച്ചായിട്ടുള്ള കുട്ടിപ്പാവാട. ഓക്കെ, അടുത്ത കുട്ടിക്ക് എന്താ ചെയ്യുന്ന ഇവിടെ പരിപാടി? അതും കുട്ടി ഉടുപ്പ് പാവാട, അതിന് മാച്ചായിട്ടുള്ള പച്ച നിറത്തിലുള്ള കുട്ടിപ്പാവാട. ഓക്കെ, അതും അടിപൊളി. അടുത്തതാ, അതിനൊന്നും കത്തി വേണമെന്നില്ല, അപ്പൊ വെറുതെ കൈ കൊണ്ട് പൊളിച്ചെടുത്താൽ മതി. കത്തിയും കടിച്ചു സൈഡിലത്തെ കൂടെ അപ്പുറത്തുണ്ടോ? അപ്പുറത്ത് കുഴപ്പമില്ല. ഇതും ഒരു പാർട്ടി വെയർ ഫ്രോക്കാണേ. നോക്കട്ടെ, നല്ല സീക്വൻസ് ഒക്കെ. മോളെ എന്തിനാ ഇങ്ങനെ കരയെന്ന് നോക്കിയോ? അലാനൊക്കെ ഉണ്ടെങ്കിൽ അപ്പ കൊടുക്കാന്. ഓക്കെ, അപ്പൊ ഇതും അടിപൊളിയായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. ഓക്കെ, അടുത്തതാ? ഇത് റയാന്റേതാണ്. അത് കണ്ടത് ഓർമ്മ ഉള്ളതൊക്കെ നമ്മൾ പറയും ആരുടെതൊക്കെ ആണ്. അതുകൊണ്ട് കളിച്ചോ. അതെന്താ കളിപ്പാട്ടാണ്? അത് കളിപ്പാട്ടാണ് ഗൈസ്. മറ്റേ സാധനം ഇത് സംസാരിക്കുമ്പോ നമ്മളെ കൂടെ സംസാരിക്കണേ. അതിപ്പോ സംസാരിച്ച ഇവിടെ നമുക്ക് നിക്കാൻ സമ്മതിക്കൂല. അതിപ്പോ കൊടുക്കണ്ട, നമുക്ക് കുറച്ച് കഴിഞ്ഞ് വെച്ചു കൊടുക്കാം. ഈ സാധനം എന്താന്ന് മനസ്സിലായി? അതെ, ഈ സാധനം നമ്മള് സംസാരിക്കണ അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നറിയോ? ഇത് തിരിച്ച് അതേപോലെ നമ്മളോട് വർത്താനം പറയും. അടുത്തതാ? ഒക്കെ നമ്മൾ ലാസ്റ്റ് ബാറ്ററി ഇടുന്നതും ഫിറ്റ് ചെയ്യണതൊക്കെ നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്യും? ഇവരുടെ ലാസ്റ്റ് നമ്മളൊക്കെ വർക്കാക്കി കാണിച്ചു തരും. ഇതിപ്പോ നടക്കുന്ന ജസ്റ്റ് അൺബോക്സിങ് മാത്രമാണ്. ഓക്കെ, ഇതും പാർട്ടി വെയർ ആണ്. കല്ലുകളും മുത്തുകളൊക്കെ ഉള്ള പാർട്ടി വെയർ ആണ്. നോക്കട്ടെ, വാവ്, സൂപ്പർ സൂപ്പർ സൂപ്പർ. ഫ്രണ്ട് കാണിക്കുമ്പോ ഓക്കെ, കൊള്ളാം. ഇത് സൂപ്പർ ആയിട്ടുണ്ട്. വൈറ്റില് ഒരു ലാവണ്ടർ ഷെയ്ഡ് വന്നിട്ട് ആ ഒരു പൂക്കള ഷെയ്ഡ് ആയിരുന്നില്ലേ നമ്മളെ ബർത്ത്ഡേക്ക് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ചക്കരെ? അതിന്റെ വേറൊരു കളറായിരുന്നു. ഇതായിരിക്കണം അടുത്ത്. എവിടെയെങ്കിലും ഗിഫ്റ്റ് ഒക്കെ പൊട്ടിക്കാണെങ്കിൽ വാപ്പായെ കോണ്ടാക്ട് ചെയ്താൽ മതി. സ്പീഡിന് ഗിഫ്റ്റുകളൊക്കെ പൊട്ടിച്ച് സെറ്റാക്കി തരും. പറഞ്ഞ പേപ്പർ ഗിഫ്റ്റ് ഉള്ളിൽ എന്താണ് നമ്മൾ കാണാതിരിക്കാൻ വേണ്ടിട്ട് സർപ്രൈസ്. അതാണ് സർപ്രൈസ് എന്ന സാധനം. പൊട്ടിച്ചോണ്ട് വീഡിയോയിലൊന്നും ഞാനില്ല കേട്ടോ ഗൈസ്. ഞാൻ ഇൻട്രോയില് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനാണ് ഇല്ല, കുഴപ്പമില്ല. ഞാനിവിടെ ക്യാമറ ഹാൻഡിൽ ചെയ്തോണ്ടിരിക്കണോണ്ട് എന്ത് ചെയ്യാ വിചാരിച്ചു, പാകത്തിന് കൃത്യമായിട്ട് നമുക്ക് കാണിക്കണമല്ലോ. ഇപ്പൊ ആൾക്കാരെ കൊണ്ടുവന്ന സാധനം എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയത് കൃത്യമായിട്ട് കാണിക്കണമല്ലോ. അപ്പൊ അത് കാരണം കൊണ്ട് സാധനം ലോഗ് ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യാറ്. അപ്പൊ ഇത് ഞാൻ തന്നെ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, മഞ്ഞക്കിളിയുടെ മോളിപ്പാട്ടുണ്ട്. ഇവിടെ മഞ്ഞക്കിളിക്കുള്ള മഞ്ഞക്കിളിക്കുള്ള ഫ്രോക്കാണ് കേട്ടോ അടുത്തത്. അടിപൊളി കൊള്ളാം.
നെക്സ്റ്റ് വൺ പ്ലീസ്. എന്താണ് എന്താണ് ആ അതെ. അതും പാവാടയും ഉടുപ്പും ചേർന്നിട്ടുള്ള എന്താ സാധനം? ഇതിനെന്താ പേര്? ഫ്രോക്ക് ആണല്ലേ? ആ അതും ഒരു ഫ്രോക്കാണ്. ഇത് ഷർട്ടും ഒന്ന് സെറ്റാക്കി വെക്കുമ്പോ അത് ജോഡിയായിട്ട് വെക്കും. അപ്പൊ 2 ജോഡി ഡ്രസ്സിൽ ഒന്ന് അതും ഒന്ന് ഈ ഒരു പിങ്ക് കളറ് പിന്നെ ഷർട്ടും അതായത് കോട്ട് ജാക്കറ്റ് കോട്ടും ഇന്നറും അതിന് മാച്ച് ആയിട്ടുള്ള ബാഗി പാന്റും അല്ലേ? ഓക്കെ 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 അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ടേ. പൊട്ടിച്ചോളൂ 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 പൊട്ടിച്ചോളൂ. ഈ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ശരിക്കും പുള്ളിക്കാരിക്ക് വേണം. ഇത് കൊടുത്ത എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ പേപ്പറൊക്കെ എടുത്ത് നമ്മളെ ശ്രദ്ധയിലായിരിക്കും. അതാണ് പ്രശ്നം. നെക്സ്റ്റ് പാർട്ടി വെയർ. ഇത് വാപ്പട്ടേക്കണ ഷർട്ടുമായിട്ട് മാച്ച് ആണല്ലോ. അപ്പൊ അടുത്ത ഡ്രസ്സ് ഇതാണ്. ഇതും ഒരു പാർട്ടി വെയർ ടൈപ്പാണ്. ബ്ലൂ കളറ് ഷെയ്ഡിൽ വരുന്ന നല്ല മിനുക്കും അതേപോലെ ഞൊറിയും കാര്യങ്ങളൊക്കെ ഉള്ള ഡ്രസ്സാണ് അല്ലേ? അപ്പം ഇതും കൊള്ളാം അടിപൊളിയായിട്ടുണ്ട്. ചക്കര കുട്ടി ഭയങ്കര കരച്ചില് ഗൈസ്. അങ്ങനെ എന്ത് ചെയ്തു, അവളിതേ കുട്ടീനെ ഉറക്കാൻ വേണ്ടിട്ടോ ഫീഡ് ചെയ്യാനായിട്ടോ ഉള്ളിലോട്ട് പോയിട്ടുണ്ട്. അപ്പോ അടുത്തത് പൊട്ടിക്കാൻ നമുക്ക്. ആഹാ വെറൈറ്റി ബോയൊക്കെ ഉണ്ടല്ലോ ഇതില്. ബോയും അല്ല ഉടുപ്പും നോക്കട്ടെ. ആ ഇതൊരു പിങ്ക് കളറാണേ. പിങ്ക് കളറ് ത്രെഡ് എംബ്രോയിഡറി വർക്കൊക്കെ പറഞ്ഞ ഉടുപ്പും അതിന് മാച്ച് ആയിട്ടുള്ള പിന്നെ ചെറിയ നിക്കറും അതേപോലെ 3 സെറ്റ് ബോയും അല്ലേ? ആ ഒരു പിങ്ക് ബോ പിന്നെ 2 നിറത്തിലുള്ള വേറെ കളർ ബോ. കളറൊന്നും പറയാറില്ല. അപ്പൊ എന്തായാലും അതും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സൂപ്പർ ആയിട്ടുണ്ടേ. അടുത്തത് അത് പൊട്ടിച്ചോ. ആ പൊട്ടിച്ച് നമുക്ക് ബോക്സ് നിറഞ്ഞു ഗൈസ്. ചോയ്സ് ആണെന്ന് ഞാൻ ടോപ്പ് പൊട്ടിച്ചത്. ഡ്രസ് ടോയ് ആണല്ലേ? ആ അടുത്തൊരു ടെഡി ബിയർ ആണേ. നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല അടിപൊളി ഒരു ബൊമ്മക്കുട്ടിയാണ് കേട്ടോ. നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു പാവക്കുട്ടിയാണ്. ഓക്കെ ആ ഇതിനെ നമ്മൾക്ക് കളിക്കാട്ട് കൊടുക്കാം. അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ആ അതിൽ തന്നെ ഇരുന്നോട്ടെ. ഓക്കെ അടുത്തത് അടുത്തതും ഒരു കുട്ടി ഫ്രോക്കാണ് അല്ലേ? പച്ച കളറ് പിന്നെ അതിന്റെ കൂടെ ഒരു വെള്ള കളറ് മാച്ച് ആയിട്ടുള്ള നല്ല പാവക്കുട്ടീന്റെ ഫോട്ടോ ഒക്കെ ഉള്ള ഒരു കുട്ടി ഫ്രോക്കാണ്. ഓക്കെ അപ്പൊ അതും സൂപ്പർ ആയിട്ടുണ്ട്. മാഷാഅല്ലാഹ് അടിപൊളിയായിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഉള്ളൂ. ഇനിയിപ്പോ എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9 ഇനിയൊരു 8-10 കൂടിയൊക്കെ വരുള്ളൂ. ഓക്കെ അടുത്ത പൊട്ടിച്ചോളെ. ആ ചെറുപ്പുളശ്ശേരിയില്ലേ? ഓക്കെ അറിയാൻ പറ്റും. അത് ശരിയാണല്ലേ? ഈ കവറിലെ പിന്നെ സ്ഥലപ്പേര് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ആ അപ്പൊ ഓരോ സ്ഥലത്ത് സ്ഥലപ്പേര് നോക്കിയാൽ മനസ്സിലാവും എവിടത്തുള്ള ആൾക്കാരൊക്കെയാണ് കൊണ്ട് നമുക്ക് തന്നത്. ഓക്കെ അപ്പൊ സൂപ്പർ ആയിട്ടുണ്ടല്ലോ. കുട്ടീന്റെ അമ്മായിന്റെ ഗിഫ്റ്റ് ആണേ. നല്ല അടിപൊളി ഡ്രസ്സ്, ജീൻസിന്റെ പാന്റും അതിന് മാച്ചായിട്ട് നമുക്ക് നല്ല കറുത്ത കളറ് പിന്നെ ഷർട്ടല്ല ടീഷർട്ട് അല്ലേ? ഓക്കെ ഇത് കൊള്ളാം. ഇതൊക്കെ എനിക്കൊന്ന് ഇപ്പൊ ഇടാൻ പാകമായിരിക്കും അല്ലേ? അതൊക്കെ എനിക്കൊന്ന് ഇപ്പോഴും നമുക്ക് ഈ ഒരു പ്രായത്തിൽ മോൾക്ക് ഇടാനുള്ള പാകമായിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നണത്. പൊട്ടിച്ചോളിയമ്മ.
ഇതാണ് നേരത്തെ പറഞ്ഞ ബാബാ സൂട്ട് അല്ലേ? ഇതാണല്ലേ ശരിക്കുള്ള ബാബാ സൂട്ട്. മഞ്ഞ കളറില് ജീൻസിന്റെ ഡെനിം മോഡല് കളർ വന്നിട്ടുള്ള ബാബാ സൂട്ടാണേ. അപ്പൊ അതും കൊള്ളാം. നെക്സ്റ്റ് വൺ പൊട്ടിച്ചോളൂ. ഇത് രണ്ടെണ്ണം, ഒന്ന് ഉമ്മായും പാപ്പായും കൊടുത്തത്, ഒന്ന് ഷബിനായും വസീമും. ശരി ഒരേപോലെ ഒരേ ഇതിലല്ലേ? ഒരേ കവർ. ഓക്കെ. അടുത്ത് വീണ്ടും ഒരു പിങ്ക് കളർ കൂടി ആയിട്ടുണ്ട്. മൊത്തം 3 പിങ്ക് കളർ അങ്ങനെ നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഇതുവരെ 3 കിട്ടി. ടീഷർട്ടും അതിന് മാച്ച് ആയിട്ടുള്ള ജീൻസിന്റെ പാന്റും ആണ് ഉള്ളത്. അടുത്ത പൊട്ടിക്കും. അത് സൂപ്പർ ആയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ. ഇത് ഇതിലിരുന്നോട്ടെ. ഇതിന്റെ കൂടെ വന്ന സാധനമല്ലേ, കഴിക്കട്ടെ. വളവള തിളങ്ങുന്നുണ്ട് ചെരുപ്പ്, അടിപൊളി. ഒരേ കടയിലതാണ്. അതാണ് ആ ബോക്സും ആ കവറും ഒരേ ഇത്. ഇത് നമ്മൾ നേരത്തെ കണ്ടതിലുള്ള വേറൊരു മോഡൽ ഡ്രസ്സാണ്. അതിന്റെ ഉള്ളിലിരുന്ന ടീഷർട്ടും ഇത് പുറത്തു കൂടെ ഇടുന്ന ആ ഒരു ഔട്ട്ഫിറ്റും, ഇതാണ് സാധനം. ഓക്കെ, അപ്പോൾ ഇതും സൂപ്പർ ആയിട്ടുണ്ട്. അടിപൊളി. അടുത്തത് പൊട്ടിക്കും. അതിൽ 2 ഗിഫ്റ്റ് ഉണ്ടല്ലേ? അതിൽ 2 ഗിഫ്റ്റ് ആണ് ഗൈസ്. അപ്പൊ 2 പൊട്ടിച്ചോളൂ. ഇവിടെ ഒട്ടും നോക്കട്ടെ. ഇത് കൊള്ളാം. ഇത് ഒരു വെറൈറ്റി കളർ ആയില്ലേ? കാക്കി കളറ് മോഡലിന് രസമുണ്ട്. അടിപൊളി. അതിന്റെ കൂടെയുള്ള അടുത്തത് എവിടെ? ഇതുപോലത്തെ നേരത്തെ കിട്ടിയില്ലേ? ഇത് എവിടുത്തെ പേപ്പർ? പേപ്പർ അതും നോക്കട്ടെ, കാണിക്കും. പാവാടയല്ലേ? അതായത് ജാക്കറ്റ് ഉണ്ട്, അതിന്റെ കൂടെ ഉള്ളിൽ ടീഷർട്ട് ഉണ്ട്. ടീഷർട്ടിന്റെ ചിത്രം നോക്കട്ടെ. ഓക്കെ, കണ്ടു. അടുത്ത അതിന്റെ പാവാട അല്ലേ? പാവാട നോക്കട്ടെ. പാവാട ഉണ്ട് ഗൈസ്. അപ്പോ അതും കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. കഴിയാനായി. ഇതെടുത്തോ. ഇതും സൗഫി ഉണ്ടെന്നാണല്ലേ? ഓക്കെ. ഇത് സൗഫി മുബാറക് അലൈനും ചേർന്നിട്ടുള്ളത് അല്ലേ? മറ്റേത് സനാമിയാസ് ചേർന്നിട്ടുള്ളത്. ഓക്കെ. അടിപൊളിയാണല്ലോ. കുട്ടീന്റെ മൂത്തമ്മന്റെ വക ഗിഫ്റ്റ്, മൂത്തപ്പന്റെ വക ഗിഫ്റ്റ് അടിപൊളിയാണല്ലോ. ഫ്രണ്ട് സൈഡ് ഏതാണ്? ഇതില്ലേ? ഇതാണ് അതിന്റെ ഫ്രണ്ട് സൈഡ്. ഇത് സംഭവം നമ്മുടെ ഫോണിൽ കാണുന്ന കുറച്ച് ലൈറ്റ് കളർ ആയിട്ടാണ്, പക്ഷെ ഒന്നുകൂടി നല്ല ഗ്രേപ്പ് കളർ, പർപ്പിൾ ഡാർക്ക് കളർ ആയിട്ടാണ് കേട്ടോ ഇതുള്ളത്. ഫോണിൽ കാണുമ്പോൾ നമുക്ക് ലൈറ്റ് ആയിട്ട് തോന്നും. കുറച്ച് ഗ്രേപ്പ് ആണല്ലേ? മാഷാഅല്ലാഹ്, അടിപൊളി. നിറച്ച് സ്റ്റോൺ വർക്ക് ആണല്ലേ? ഓക്കെ, ഒരു റോസാപ്പൂവ്, അതിന്റെ ചുറ്റിനും 4 ഇലകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഇതെന്താണ്? ഞൊറിയോ? ഞൊറിയ ബ്രില്ല് വന്നിട്ടുള്ള ഡ്രസ്സാണ്. ഓക്കെ, അടുത്ത കയ്യിലുള്ളില് കുഞ്ഞിന്റെ അതിന് പിന്നെ ഇടാൻ വേണ്ടിയിട്ടുള്ള അതിന്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ്. നോക്കട്ടെ. അതിന്റെ സെറ്റ് ആണല്ലോ. ഇതെല്ലാം അതിന്റെ സെറ്റൊന്നും അല്ല, അല്ലാതെ പ്രത്യേകമുള്ള അല്ലതാണ്. ഇതൊക്കെ ഓരോ സെറ്റ് വാങ്ങിയതാണ് മക്കളെ, സെപ്പറേറ്റ്. ഇതിൽ കൂടെ ഉള്ളതല്ല, മാച്ചായിട്ട് വാങ്ങിയത്. അതിന് മാച്ചായിട്ട് വാങ്ങിയതാണ്. അപ്പൊ അതിനകത്ത് വള ഉണ്ട്, മാല ഉണ്ട്, സ്ലൈഡ് ഉണ്ട്, ബോ ഉണ്ട്, ബണ്ണ്, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഒക്കെ ഉണ്ട്. ഓക്കെ, അടുത്ത
അടുത്ത എന്താണമ്മ? അടുത്തതും ഫ്രോക്കാണ് അല്ലേ? ഓക്കെ, അടുത്തതും ഒരു അടിപൊളി ഫ്രോക്കാണ്. ഓക്കെ, ആ കൊള്ളാലോ. ഇതൊരു ബ്രൗൺ കളർ അല്ലേ ഇത്? ആ ബ്രൗൺ കളറാണേ. അടുത്ത് നോക്കട്ടെ, ഇത് അതിന്റെ കൂടെ ഉള്ളതോ? ആ അത് നോക്കണത്, അതാണ് അതിന്റെ ഹൈലൈറ്റ് സാധനം. അല്ല അതിന്റെ കൂടെ ഉള്ളല്ലേ അമ്മ? അല്ല, കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിന്റെ കൂടെ കൊണ്ടുവന്നത് അങ്ങനെ അത് മനസ്സിലായി. അതിന്റെ കൂടെ സെറ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇതും കൊള്ളാം, ഇത് നൈസായിട്ടുണ്ട്. ഇതൊരു വൈറ്റ് ബ്രൗൺ കളർ ഷെയ്ഡിലുള്ള ഡ്രസ്സാണ്. ഓക്കെ, അപ്പൊ അതും സൂപ്പർ ആയിട്ടുണ്ടേ. ഫൈനലി അങ്ങനെ നമ്മൾ അവസാനം ലാസ്റ്റ് 2 പീസിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതും നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി ഇതൊക്കെ ഫിറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്യാം. അതവിടെ ഒരു ടേപ്പ് ഉണ്ടമ്മ. ആ ഇത് രസമുണ്ടല്ലോ, റെയിൻബോ കളറാണ്. എല്ലാ ഈ കുട്ടികളുടെ ഡ്രസ്സിന്റെ പ്രത്യേകത ഇതാണല്ലേ. ഏത് ഡ്രസ്സ് ഇനിയിപ്പോ എങ്ങനത്തെ ഡ്രസ്സ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം രസം ഉണ്ടാവും. കാരണം ഒന്നാമത്തെ കാര്യം അതെ, വെറൈറ്റി സാധനങ്ങൾ കിട്ടും. ചെറിയ ഡ്രസ്സ് ആയതുകൊണ്ട് നമുക്ക് അത്ര ഇഷ്ടപ്പെടും കാണാന്. റെയിൻബോ ഇത് ആർക്കും ഉണ്ടായിരുന്നല്ലോ നമ്മളെ ഇവിടെ, അലേഹാക്കോ ഇഷാക്ക് ഉണ്ടായിരുന്നല്ലേ എടുത്തത്. ഇത് എവിടെ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു മോഡല്. ഓക്കെ, അപ്പൊ അതും അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ ലാസ്റ്റ് ഗിഫ്റ്റ് നമ്മൾ അങ്ങനെ അൺബോക്സ് ചെയ്യാൻ പോവാണ് ഗൈസ്. അതൊരു ഡ്രസ്സ് തന്നെയാണ് സാധ്യത. അതെ, അതൊരു ഡ്രസ്സ് തന്നെയാണ്. അതൊരു കിളിപ്പച്ച കളറിലെ കിളിപ്പച്ച കളറിലുള്ള ഇതൊക്കെ ഇടണമെങ്കിൽ ഇനി കുറച്ചുകൂടി സമയം എടുക്കും. അല്ല എന്തായാലും ചെറുതല്ലല്ലോ, വലുതല്ലേ. നമുക്ക് വളർന്നു വരുമ്പോൾ എന്തായാലും ഇൻഷാല്ലാ ഇടാമല്ലോ. ഓക്കെ, അപ്പോ ഇത് ഒരു കിളിപ്പച്ച കളറിലുള്ള നല്ല അടിപൊളി പൂവും സംഭവങ്ങളും പ്രിന്റൊക്കെ വരുന്ന അടിപൊളി ഒരു ഫ്രോക്കാണ് കേട്ടോ. നെറ്റൊക്കെ വരുന്ന ഫ്രോക്ക്, നല്ല കളർ, അടിപൊളി അടിപൊളി. മാഷാഅല്ലാ, ഗിഫ്റ്റുകളൊക്കെ അങ്ങനെ നമ്മള് കണ്ടു. ഇത്രയും സാധനങ്ങള് നമുക്ക് ഇവിടെ ഉണ്ട്. പൊട്ടിച്ച വർണ്ണക്കടലാസുകളൊക്കെ ദേ ഇവിടെ കിടക്കുന്നുണ്ട്. ഇതൊക്കെ ചാക്കിൽ കിട്ടി നമുക്ക് ഹരിതകർമ്മ സേനക്കാർ വരുമ്പോ പ്ലാസ്റ്റിക് നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ കഴിഞ്ഞില്ലേ ഗിഫ്റ്റ് എല്ലാം പൊട്ടിക്കൽ കഴിഞ്ഞില്ലേ, അൺബോക്സ് കഴിഞ്ഞില്ലേ? ഓക്കെ, അങ്ങനെ നമ്മള് ഗിഫ്റ്റ് എല്ലാം നമുക്ക് കിട്ടിയ ടോയ്സ് ഒക്കെ നമ്മള് ഒക്കെ ഫിറ്റ് ചെയ്ത് സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു. റമീസ് നമ്മൾ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നില്ല, പുറത്തായിരുന്നു. അപ്പൊ ഉപ്പയാണ് വന്നത്. നീ എവിടെ പോയിരുന്നു? അച്ചൻകോവിലൊക്കെ പോയിട്ട് വൈൽഡ് ഫോറസ്റ്റിലൊക്കെ പോയിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ ഗേസ്. അപ്പോൾ എന്തായാലും കിട്ടിയ നമുക്ക് ടോയ്സ് കിട്ടിയത് മാത്രം ദേ ഈ ഇരിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. നമ്മൾ നേരത്തെ കാണിച്ച സാധനങ്ങൾ കുറച്ച് ഫിറ്റ് ചെയ്യാനുള്ളത് ഉണ്ടായിരുന്നു, സെറ്റപ്പ് ചെയ്യാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ സെറ്റപ്പ് ചെയ്തു. അപ്പോൾ ഈ ഇരിക്കണത് നൗഫൽ എന്ന ഗിഫ്റ്റ് ഇതാണ് കേട്ടോ. ഈ ഒരു സാധനമാണ്, അതായത് കാണുമ്പോൾ മനസ്സിലാവും. ഇതാണ്ടില്ലേ, ബേക്കിൽ കൂടെ സ്റ്റെപ്പുണ്ട്. ഇതിൽ കൂടെ സ്റ്റെപ്പിൽ കയറിയിട്ട് ഇങ്ങനെ ഒരു ബോളുണ്ട്, അതിനകത്ത് ബോൾ അതാ ബോക്സിൽ കിടക്കുന്നുണ്ട്. അതിൽ കൂടെ കയറിയിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ നിരങ്ങി ഇവിടെ വന്നിരിക്കാം. അപ്പോൾ ഈ ഒരു സാധനം നമ്മളെ പാർക്കിലേക്കുള്ള സാധനമാണ്. നമുക്ക് വീട്ടിൽ ഉള്ള ഒരു മിനിയേച്ചർ സെറ്റപ്പിൻ്റെ ഒരു സാധനമാണ്, അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഇതിൽ കളിക്കണമെങ്കിൽ കുറച്ചുകൂടി ആവണം അല്ലേ, 2 വയസ്സൊക്കെ ആവണം, കളിക്കണ പ്രായമാവണം. അപ്പോൾ അത് അങ്ങനെ. പിന്നെ ഇത് നമ്മളെ നാട്ടിൽ നമ്മളെ ഫ്രണ്ട്സൊക്കെ മാരെല്ലാം കൂടെ കൊണ്ടുവന്നതിലുള്ള ഒരു കാറാണ് കേട്ടോ ഇത്. അതും ദേ ഈ കാണുന്ന ഒരു റിങ് ഉണ്ടല്ലോ, ബോളല്ല ഈ റിങ്, ടെഡി റിങ്സ്, ഇതും പിന്നെ ഈ ഒരു പാവക്കുട്ടിയും പിന്നെ ഇത് ഈ ഒരു സാധനം കണ്ടോ, ലൈറ്റ് കത്തണേ, ഇതും പിന്നെ അതിൻ്റെ കൂടെ ഇതുമുണ്ട്. ഇത്രയും സാധനങ്ങൾ. ഇത് 1 2 3 4 5 ഈ 5 സാധനങ്ങൾ അവന്മാർ ഫ്രണ്ട്സ് പയ്യന്മാർ കൊണ്ടുവന്നതാണ്. അപ്പോൾ അതങ്ങനെ. പിന്നെ ഇതാണ് മാമാൻ്റെ കുട്ടി അസു കൊണ്ടുവന്ന ഗിഫ്റ്റ്. ഇതാണ്, കണ്ടില്ലേ, സ്റ്റിയറിംഗ് ഒക്കെ ഉള്ള വണ്ടി. ഇതിനകത്താണെങ്കിൽ ഇപ്പോൾ കളിക്കാം, പക്ഷെ ഇതിലിപ്പോൾ കളിക്കാൻ പറ്റില്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു 2 3 4 വയസ്സൊക്കെ ആയാൽ മാത്രമേ ഇത് കളിക്കാൻ പറ്റത്തുള്ളൂ. തന്നെ ഇറങ്ങുന്ന സാധനം കണ്ടില്ലേ. എന്താ പാടുന്നെന്ന് മനസ്സിലായ? സാറിന്റെ വീട്ടില് പാവയ്ക്ക പാവയ്ക്ക, സാറിന്റെ വീട്ടില് പാവയ്ക്ക പാവയ്ക്ക, അങ്ങനെയല്ലേ പാടുന്നത്? നോക്ക്, ജോണി എസ്തപ്പയായി. ഇതിലും കേൾക്കും ഗൈസ്. അതിൽ ബാറ്ററി ഊരി വെച്ചു പോകും നമ്മൾ. ഇതിൽ ഹോണുണ്ട്, ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തണതാണ് ഈ ഒരു സാധനം. പിന്നെ ഉള്ളത് ഈ ഒരു ടോയ്, ഈ ഒരു ടെഡി ബിയർ ആണ്, കണ്ടില്ലേ. അതേപോലെ പിന്നെ ഉള്ളത് ഈ ഒരു കാക്ടസ്, ഈ ഒരു കള്ളിമുൾ ചെടീൻ്റെ രൂപത്തിലുള്ള ഒരു ടോയ് ആണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കും, ഒരു സമയത്തൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ പ്രചാരത്തിൽ ഉണ്ടായിരുന്ന ഒരു സാധനമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓണാക്കി തരാം. അപ്പോൾ നമ്മൾ പറയും പോലെ തിരിച്ച് പറയും.
ഹലോ ലനമോളെ ലനമോളെ. ആ കണ്ടില്ലേ, ഇതേപോലെ ഈ സാധനം നമ്മൾ പറയണമൊക്കെ ഇവിടെ തിരിച്ചു പറയും. ആ ഡാൻസും കളിക്കും, അടിപൊളി സാധനമാണ്. ആ ഹായ് ഹലോ, സുഖമാണോ? ആ സുഖമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു സാധനം അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. ആ പറയണില്ല, അതേപോലെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ. അപ്പോൾ ഇനിയുള്ള അടുത്തത് ഓഫ് ചെയ്യട്ടെ, അതവിടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനിയുള്ള അടുത്ത സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സനാമിയാസ് കൊണ്ടുവന്ന ഗിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഗിഫ്റ്റാണ് ഈ ഇരിക്കുന്ന ഒരു സാധനം. ഇത് ഫുള്ള് നമ്മൾ ആ സാധനം ബോക്സിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഞാനൊക്കെ ഫിറ്റ് ചെയ്തപ്പോൾ രീതിയാണ് നിങ്ങൾ കാണുന്നത്. കണ്ടോ, ഇതിനകത്ത് ചെക്ക് പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനകത്ത് സിഗ്നൽ ലൈറ്റ് ഉണ്ട്. ലൈറ്റല്ല, അതൊരു സ്റ്റിക്കർ ടൈപ്പാണ്. പിന്നെ അതേപോലെ 2 ഫ്ലാഗ് കൊടി വരുന്നുണ്ട്. പിന്നെ ഉള്ളത് റെയിൽവേ ട്രാക്കും ട്രെയിനും. അപ്പോൾ ഈ ഒരു ട്രെയിന് ഇനി ഇതിൽ കൂടി ഓടുമ്പോഴാണ് ഇതിൻ്റെ ബാക്കി ഹൈലൈറ്റ് രസം എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ചാർജ് ചെയ്യണ സെറ്റപ്പാണ്, നമ്മൾ കറണ്ടിൽ ചാർജ് ചെയ്യണ സെറ്റപ്പാണ്. ഇത് നമുക്ക് ഈ പാളത്തിൽ കൂടി നമുക്ക് ഓടിച്ചു നോക്കാം. അപ്പോഴാണ് ഇതിൻ്റെ ഫുള്ള് ഭംഗി നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, നമ്മളെ ട്രെയിൻ വരികയാണ് കേട്ടോ. കറക്റ്റ് ട്രെയിനിൻ്റെ ശബ്ദമാണ് കേട്ടോ. ഇനിയിപ്പോൾ സ്റ്റോപ്പൊക്കെ വിളിച്ച് പറയും. നോക്കണേ, കണ്ടോ, ഓരോ സ്റ്റോപ്പിലും ഇങ്ങനെ ട്രെയിൻ നിർത്തും, എന്നിട്ട് സ്പീഡ് കൂടും. കണ്ടോ, സ്പീഡ് കൂടി എന്ത് രസമാണ്. കണ്ടോ, അടുത്ത സ്റ്റോപ്പിൽ വീണ്ടും നിർത്തി. ആ ഷൊർണൂരെത്തി. ഷൊർണൂരെത്തി. വീണ്ടും അടുത്ത സ്റ്റേഷനിൽ ട്രെയിൻ എടുത്തു. ഇങ്ങനെ ഓരോ സ്ഥലത്തും കേസ് ഈ ട്രെയിൻ നിർത്തും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സ്പീഡ് കൂടി, നിർത്താറാകുമ്പോൾ സ്പീഡ് കുറയും. അതാണ് എൻ്റെ സെറ്റപ്പ്. ബാക്കിലൊരു ട്രോളി ഉണ്ട്, ഒരു ലഗേജ് ബോക്സ് ഉണ്ടായിരുന്നു. കണ്ടോ, അടിപൊളിയായില്ലേ. അപ്പോൾ എന്തായാലും ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കിട്ടിയ ഗിഫ്റ്റുകൾ. ഡ്രസ്സുകളുണ്ട്, കളിപ്പാട്ടങ്ങളുണ്ട്. ഇനിയിപ്പോൾ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കളിപ്പാട്ടം ഉണ്ടെങ്കിലും കുട്ടികൾക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ ചട്ടി, കലം, പാത്രം, കസേര, മൊബൈൽ ഫോണ്, റിമോട്ട്, സ്പൂണ്, ഗ്ലാസ്, ഇതൊക്കെ സാധനങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഡേ കെയർ തുടങ്ങാനുള്ള കളിപ്പാട്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇവൾക്ക് അതൊന്നും പറ്റില്ല. ഒക്കെ കളിപ്പാട്ടങ്ങൾ വേണ്ടുള്ളത് ചട്ടിയും ഗ്ലാസ്സുമാണ്. ഓക്കെ, അപ്പം എന്തായാലും നമ്മുടെ അലാന മോളതാ ഒരു കാറിൻ്റെ മുകളിൽ കയറി ഇരിക്കുകയാണ്. ആ പോട്ടെ വണ്ടി പോട്ടെ. ആ വണ്ടി പോട്ടെ. ആ പി പി പി. ഓക്കെ, അപ്പോൾ എന്തായാലും ഗൈസ് നമ്മുടെ ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു. നിങ്ങൾക്ക് എന്തൊക്കെ ഗിഫ്റ്റാണ് ഇഷ്ടപ്പെട്ടതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും നമ്മുടെ പരിപാടി കഴിഞ്ഞു, ഗിഫ്റ്റ് അൺബോക്സിങ്ങിലെല്ലാം കഴിഞ്ഞു. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടിക്ക് സഹകരിച്ച, അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് വഴി എല്ലാവർക്കും കുറേ ആൾക്കാർ കുറേ കമൻറ്റിൽ കൂടെ ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നവർക്കും സഹകരിച്ചവർക്കും കമൻറ്റ് ചെയ്തവർക്കും എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലീൻ്റെയും നമ്മുടെ കുഞ്ഞു സുന്ദരൻ്റെയൊക്കെ വക ഒരു ബിഗ് താങ്ക്സ് നമ്മൾ പറയുകയാണ്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ കൊടുക്കും മുന്നേ. പി ഓടിക്കുന്ന തിരക്കിലായതുകൊണ്ടാണ് ടാറ്റ പറയാത്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് വരും വരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, അസ്സലാമു അലൈക്കും ഗൈസ്. കളിച്ചോ